മൈലാഞ്ചിയിടൽ മത്സരം, മാജിക് ഷോ, ഇശൽ സന്ധ്യ എന്നിവ സംഘടിപ്പിച്ചു. കോഴിക്കോട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റൺവേ അടയ്ക്കുന്നതിനാൽ എയർ ഇന്ത്യയുടെ റിയാദ് കോഴിക്കോട് റിയാദ് വിമാനങ്ങൾ നാളെ മുതൽ കൊച്ചിയിൽ നിന്നായിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. AI 922, 923 വിമാനങ്ങളാണ് കോഴിക്കോടിന് പകരം കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുക. പുതിയ സമയക്രമം അനുസരിച്ച് റിയാദിൽ നിന്ന് കോഴിക്കോടിന് പകരം കൊച്ചിയിലായിരിക്കും രാത്രി 10:55 തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വിമാനമെത്തുക. പിന്നീട് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ പുലർച്ചെ 2 ഈ വിമാനങ്ങൾ റിയാദിലേക്ക് തിരിക്കുകയും ചെയ്യും. അടുത്ത മാസം 4 വരെയാണ് സമയമാറ്റം. നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ കോഴിക്കോടിന് പകരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 3 മണിക്കൂർ മുമ്പായി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. നാഷണൽ ഫോറം കുവൈത്ത് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. ഡിസേർട്ട് റൈൻ എന്ന പേരിൽ മെയ് 9 വെള്ളിയാഴ്ച ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ ഉപദേഷ്ടാവ് E. ശ്രീധരൻ പരിപാടിയിൽ മുഖ്യാതിഥിയായിരിക്കും. പോപ്പ് ബാൻഡായ തൈക്കൂടം ബ്രിഡ്ജ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും. 10ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിൽ 10 ജില്ലകളിൽ 10 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന 10ാമത് ഏഷ്യ മീഡിയ സമ്മിറ്റിന് നാളെ ജിദ്ദയിൽ തുടക്കമാവും. മാധ്യമ വൈവിധ്യം, സംപ്രേഷണ മികവിന് എന്ന തലക്കെട്ടിൽ ജിദ്ദ ഹിൽട്ടണിൽ നടക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടി സൗദി സാംസ്കാരിക വാർത്താവിതരണ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ അസീസ് മൊഹിയുദ്ദീൻ ഹോജ ഉദ്ഘാടനം ചെയ്യും. 40 രാജ്യങ്ങളിൽ നിന്നായി 450ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ദൃശ്യശ്രാവ്യ മാധ്യമ മേഖലയിലെ പുതിയ മാറ്റങ്ങളും ഉണർവും പരസ്പരം കൈമാറുന്നതിലും ഉച്ചകോടി സഹായകരമാവുമെന്ന് സൗദി ഓഡിയോ വിഷ്വൽ കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ റിയാദ് കമാൽ നജൂം പറഞ്ഞു. സ്വകാര്യ തൊഴിൽ മേഖലയിൽ സൗദിവൽക്കരണ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹാഫിസ് തൊഴിൽ പ്രേരക പദ്ധതി വഴി തൊഴിൽ നേടി മികവ് പുലർത്തുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് സൗദി മാനവ വിഭവശേഷി നിധി മേധാവി ഇബ്രാഹിം അൽ മുഅഖീൽ പറഞ്ഞു. ചുരുങ്ങിയത് 2 വർഷം തുടർച്ചയായി ജോലി ചെയ്യുകയും തൊഴിൽ മികവ് പുലർത്തുകയും ചെയ്തവർക്കാണ് പാരിതോഷികം നൽകുക. 1 വർഷം കൊണ്ട് 24,000 റിയാലാണ് പാരിതോഷികം നൽകുകയെന്ന് ഹദഫ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം അൽ മുഅഖീൽ പറഞ്ഞു. ഹാഫിസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്തവർക്ക് വർഷത്തിൽ 20,000 റിയാൽ സാമ്പത്തിക സഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ എക്സ്പോ സെന്ററിൽ സമാപിച്ച 36ാമത് മിഡിൽ ഈസ്റ്റ് വാച്ച് ആൻഡ് ജ്വല്ലറി പ്രദർശനം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. ഇതുവരെയുള്ള റെക്കോർഡുകൾ തകർത്താണ് ഇത്തവണത്തെ പ്രദർശനങ്ങൾ സമാപിച്ചത്. 5 ദിവസം നീണ്ടുനിന്ന പ്രദർശനങ്ങൾ കാണാൻ 57,503 പേരാണ് എത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 24% വർധനമാണ് നടപ്പ് വർഷത്തെ പ്രദർശനത്തിൽ ഉണ്ടായതെന്ന് എക്സ്പോ സെന്റർ CEO മുഹമ്മദ് മിത്ഫ പറഞ്ഞു. വിൽപ്പനയിലും വൻ വർധനമാണ് ഈ വർഷത്തെ പ്രദർശനം നേടിയത്. മെയ് 2 അക്ഷയ തൃതീയ ദിനത്തിൽ ഇന്ത്യക്കാരുടെ വൻ പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് അധികൃതർ പറഞ്ഞു. വൻതോതിൽ വിൽപ്പനയും നടന്നു. ട്രിപ്പിൾ ജംപ് താരം രഞ്ജിത്ത് മഹേശ്വരിക്ക് ഇത്തവണയും അർജുന അവാർഡില്ല. അവാർഡിനായി നൽകിയിരിക്കുന്ന ശുപാർശ പട്ടികയിൽ 8ാമതായാണ് രഞ്ജിത്തിന്റെ പേരുള്ളത്. ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളവരെയാണ് അവാർഡിനായി പരിഗണിക്കുക. നേരത്തെ രഞ്ജിത്ത് മഹേശ്വരിയുടെ അവാർഡ് കാര്യത്തിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. രഞ്ജിത്തിന് അർജുന അവാർഡ് നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ട്രിപ്പിൾ ജംപ് താരം രഞ്ജിത്ത് മഹേശ്വരിക്ക് അർജുന അവാർഡ് നിഷേധിച്ചതിനെതിരെ നവലോകം സാംസ്കാരിക സമിതി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു രഞ്ജിത്തിനെ അവാർഡിന് പരിഗണിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അപേക്ഷകരിൽ ആദ്യം 3 പേർക്കാണ് അർജുന പുരസ്കാരം നൽകുക. രഞ്ജിത്ത് മഹേശ്വരിയുടെ പേര് 8ാം സ്ഥാനത്താണ്. അതിനാൽ ഇത്തവണയും രഞ്ജിത്തിനെ പുരസ്കാരത്തിന് പരിഗണിക്കില്ല. 2013 പുരസ്കാരത്തിന് രഞ്ജിത്തിനെ പരിഗണിക്കുന്നുണ്ടോ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ അവാർഡ് പട്ടികയിൽ രഞ്ജിത്താണ് 1ാമനെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു. അതേസമയം അർജുന പുരസ്കാരം മൗലിക അവകാശമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. നാളെ ഒരാൾ പത്മശ്രീ വേണമെന്നാവശ്യപ്പെട്ടാൽ നൽകാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. കായിക മന്ത്രാലയത്തിന്റെ നടപടിയിൽ ഇടപെടാനാകില്ലെന്നും കോടതി. എന്നാൽ 2008 ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടും 2009 3 മാസത്തെ മുൻകാല പ്രാബല്യത്തോടെ രഞ്ജിത്തിനെ വിലക്കിയ നടപടിയും 2013 കായിക മന്ത്രാലയം നിയോഗിച്ച സമിതി റിപ്പോർട്ടും ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി. ഇതോടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചു. മീഡിയ 1 ഡൽഹി. മാധ്യമപ്രവർത്തകൻ ലിയോ രാധാകൃഷ്ണൻ, അഫ്സൽ കുനിയിൽ കായികാധ്യാപകൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. കൂടുതൽ പേരെ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ലിയോ രാധാകൃഷ്ണൻ, രഞ്ജിത്ത് മഹേശ്വരിക്കെതിരായ ബോധപൂർവമായ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയല്ലേ അർജുന അവാർഡ് നിഷേധത്തിന് പിന്നിലുള്ളത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഇത്തരത്തിൽ അദ്ദേഹത്തിന് അവാർഡ് നഷ്ടമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം
ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കേരള കായിക താരങ്ങൾ, പ്രത്യേകിച്ച് കേരള കായിക താരങ്ങളായാലും ദക്ഷിണേന്ത്യൻ കായിക താരങ്ങളായാലും ഇത്തരത്തിലുള്ള കായിക താരങ്ങൾക്കെതിരെ ഉത്തരേന്ത്യൻ ലോബിയുടെ ഒരു വളരെ ശക്തമായ നീക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കായിക മേഖലയെ വളരെ ആഴത്തിൽ നിരീക്ഷിക്കുന്നവർക്ക് ഇത് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് ഞാനും എത്തുന്നത്. കായിക മേഖലയെ അറിയുന്നവരും അത്തരത്തിലൊരു നിരീക്ഷണമായിരിക്കും പ്രകടിപ്പിക്കുകയെന്നും യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഉത്തരേന്ത്യൻ ലോബിയുടെ വലിയ കടന്നാക്രമണം, ഉദാഹരണത്തിന് ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കായിക താരങ്ങളെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യുന്ന വേള മുതൽ തന്നെ അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നല്ല ഫോമിൽ നിൽക്കുന്ന കായിക താരങ്ങളെ ഓവർലോഡ് വർക്ക് കൊടുത്ത് ഔട്ടാക്കുന്നു. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ടീമിലേക്ക് ട്രയൽ നടത്തി പുറത്താക്കുന്ന കാര്യങ്ങൾ, ഇതിൽ തന്നെ തുടർച്ചയാണ് രഞ്ജിത്ത് മഹേശ്വരി എന്ന ട്രിപ്പിൾ ജമ്പ് താരം. അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തെയും അത്തരത്തിൽ തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാനും നിരീക്ഷിക്കുവാനും. ഇതിനെതിരെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ശക്തമായ സമ്മർദ്ദമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ ഇതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. വളരെ സംശുദ്ധമായ രീതിയിൽ കൊണ്ടുപോകേണ്ട കായിക മേഖലയെ ഇത്തരത്തിൽ കൊള്ളരുതായ്മയുടെ ഒരു കൂത്തരങ്ങായി മാറ്റുന്ന ഒരു പ്രവണത അത് പണ്ട് മുതലേ തുടങ്ങിയതാണ്. അഴിമതി, കൊള്ളരുതായ്മ. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പോർട്സിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി കട്ടുമുടിക്കുന്ന ഒരു പ്രവണത, അതാണ് കായിക മേഖലയിലുള്ളവർ കണ്ടുവരുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ്, അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ഒരു വിഷയത്തിലും. ഇത് രഞ്ജിത്ത് മഹേശ്വരി മാത്രമല്ല, നിരവധി കായിക താരങ്ങൾ, നമ്മുടെ ടോം ജോസഫ്, അങ്ങനെ എത്രയോ കായിക താരങ്ങളെ ഇവർ ഇത്തരത്തിൽ വഴിയാധാരമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പുറം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിരിക്കുന്നു. എത്രയോ കായിക താരങ്ങൾ. ഇത് രഞ്ജിത്ത് മഹേശ്വരി ഏറ്റവും ഒടുവിലത്തെ കായിക താരമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. അനവധി മലയാളി കായിക താരങ്ങൾ, അത്ലറ്റുകൾ മാത്രമല്ല, ഫുട്ബോളേഴ്സ്, വോളിബോളേഴ്സ്, അങ്ങനെ നിരവധി കായിക താരങ്ങളെ അവർ അവഗണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ശക്തമായ ഒരു ശബ്ദം കേരളത്തിൽ നിന്നും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ വസ്തുതയുമാണ്. റൈറ്റ്. അഷ്റഫ് കുനിയിൽ, ഇവിടെ രിയോ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മർദ്ദം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന്, കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി താങ്കൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാത്തത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള സമ്മർദ്ദവും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ കുറച്ചു സമയം മുമ്പ് രഞ്ജിത്ത് മഹേശ്വരിയുടെ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. ഈ 2013 അദ്ദേഹത്തിന്റെ അവാർഡ് നിഷേധിച്ചതിനു ശേഷം ഇപ്പോ 2014 അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. ഈ കാലയളവിൽ ഒരു തവണ മാത്രമാണ് കേരളത്തിലെ ഒരു മന്ത്രി അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. അത് ശ്രീമാൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഇത് എന്ന് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് വരെ കേരളത്തിലെ സ്പോർട്സ് മിനിസ്റ്റർ അദ്ദേഹത്തെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഒരു പരാതി മുഖേന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ ഒരു അവാർഡിന് പരിഗണിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ എടുത്തു പറയുന്ന കാര്യം, 2008 ഒരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഉത്തേജക മരുന്ന് കഴിച്ചു എന്ന് സംശയിക്കുന്നു എന്നാണ്. പക്ഷെ ഈ അവാർഡിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ അവാർഡിന് പരിഗണിക്കുന്നത് ആ അവാർഡ് പരിഗണിക്കുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ അവരുടെ പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ്. അതായത് 2010, 11, 12 വർഷത്തെ അവരുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഈ കാലയളവിൽ അദ്ദേഹം ഉത്തേജക മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് വേൾഡ് ആന്റി ഡോപ്പിംഗ് സംഘടനയായ വാഡയും അതേപോലെ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയായ നാഡയും അംഗീകരിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ സത്യവാങ്മൂലത്തിൽ അവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ലിയോ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം കേരളത്തിലെ കായിക താരങ്ങളോട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു അവഗണനയല്ല. ഇത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ടോം ജോസഫിന് ഇതുപോലെ പ്രഖ്യാപിക്കുകയും പിന്നെ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ കേരളത്തിന്റെ കായിക മന്ത്രാലയവും അതുപോലെ തന്നെ ഗവൺമെന്റും ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അവഗണന ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെ കേരളത്തിലെ കായിക താരങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ ശക്തമായ ഒരു മുൻകരുതൽ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോമി എബ്രഹാം, മുൻ കായിക താരം, അദ്ദേഹമുണ്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ജോമി, രഞ്ജിത്ത് മഹേശ്വരിയുടെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അസുഖത്തിന് മരുന്ന് കഴിച്ച് പിന്നീട് അത് പരിശോധനയിലാണ് അത് ഉത്തേജക മരുന്നാണ് എന്ന്
വ്യാഖ്യാനിക്കപ്പെട്ടത്. കായിക താരങ്ങൾ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് കഴിക്കുന്ന മരുന്നുകളുടെ കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാത്തത് എന്തുകൊണ്ടാണ്? ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെ കഴിക്കണം, അതിന്റെ സമയനിഷ്ഠ, ഇതൊക്കെ കായിക താരങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അധികൃതർക്കില്ലേ? ജോമി എബ്രഹാം. അദ്ദേഹവുമായുള്ള ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്. ലിയോ രാധാകൃഷ്ണൻ, ഇവിടെ ഞാൻ ചോദിച്ചതുപോലെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അസുഖത്തിന് കഴിച്ച മരുന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വില്ലനായത്. പിന്നീട് അദ്ദേഹം കഴിച്ചത് ഉത്തേജക മരുന്നല്ല എന്ന് തെളിഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ മരുന്നുകൾ കഴിക്കുന്ന കാര്യത്തിലുള്ള ഒരു സമയനിഷ്ഠ, ഇത് സംബന്ധിച്ച് ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് മരുന്ന് കഴിക്കുക, അസുഖത്തിന് മരുന്ന് കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശം കായിക താരങ്ങൾക്ക് നൽകാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ നൽകേണ്ടതല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ പരിചയസമ്പന്നരായ കായിക താരങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. അവർ ഇത് ഇന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഇത് നോക്കുകയാണെങ്കിൽ ആസ്മയ്ക്ക് കഴിക്കുന്ന മരുന്ന്, ജലദോഷത്തിന് കഴിക്കുന്ന മരുന്ന്, എനിക്ക് കഴിക്കുന്ന ചില മരുന്നൊക്കെ നിരോധിക്കപ്പെട്ട ഔഷധങ്ങൾ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഉത്തേജക മരുന്നുകളുടെ പട്ടികയിൽ ഇതിന്റെ പല അംശങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇന്ന സബ്സ്റ്റൻസ് ഒരു ലെവലിൽ കൂടുതൽ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ളത്, ലോക ആന്റി ഡോപ്പിംഗ് ഏജൻസി നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും പരിചയസമ്പന്നരായ കായിക താരങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ത്യയിലെ കായിക രംഗവുമായി കുറേയേറെ കാലമായി അടുത്ത ബന്ധം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പരിചയമുള്ള കായിക താരങ്ങളെല്ലാം തന്നെ ഇത് അറിയാവുന്ന കാര്യമാണ്. അത് ഒരു വശത്ത് നിൽക്കുന്ന ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഇത് വേണ്ട രീതിയിൽ എല്ലാ കായിക താരങ്ങളിലേക്കും പോകേണ്ട ഒരു വസ്തുത കൂടിയുണ്ട് എന്ന് ഈ അവസരത്തിൽ എനിക്ക് ഊന്നി പറയേണ്ടതുണ്ട്. കാരണം ജൂനിയർ കായിക താരങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള യാതൊരു മാർഗനിർദ്ദേശവും ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊള്ളട്ടെ. കാരണം നമ്മുടെ കായിക മേഖല ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് ഉപയോഗത്തിലൂടെ പങ്കിലമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കായിക താരങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നല്ല ഭാവി നശിപ്പിക്കുകയാണ്, അവരുടെ ജീവിതം പോലും നശിപ്പിക്കുകയാണ്. അതുകൂടി ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നേരത്തെ പോയ വിഷയത്തിൽ നിന്നും മാറിപ്പോവുകയല്ല. എന്തായാലും ഈ സാഹചര്യത്തിൽ ഉത്തേജക മരുന്നുകളുടെ പട്ടികയിൽ വരാവുന്ന ഔഷധങ്ങൾ കായിക താരങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ മുതിർന്ന കായിക താരങ്ങൾക്ക് അറിയാം, പക്ഷേ യുവ കായിക താരങ്ങൾക്ക് അറിയില്ല എന്ന ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. റൈറ്റ്. ജോമി എബ്രഹാം, മുൻ കായിക താരം, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജോമി എബ്രഹാം, ഇത്തരത്തിൽ അറിവില്ലായ്മ മൂലമാണോ ഏതെങ്കിലും അസുഖത്തിന് എന്തെങ്കിലും മരുന്ന് കഴിച്ച് പിന്നീട് അത് ഉത്തേജക മരുന്നായി പ്രഖ്യാപിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുകയും പരിശോധനയിൽ അത് ഉത്തേജക മരുന്നാണെന്ന് വിധി എഴുതുകയും ഒരു കായിക താരത്തിന്റെ ഭാവി തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ ഈ അറിവില്ലായ്മയാണോ? അറിവില്ലായ്മ നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല.